ഒരുപാട് കോംപ്ലിക്കേഷൻസിന് ശേഷം ദുരന്തർ സെക്കൻഡ് പാർട്ട് കണ്ടു. ദുരന്തർ ദി റിവഞ്ച്. ആദ്യം പ്രിൻ്റ് ഇറങ്ങുന്നില്ല, DCP ഇറങ്ങുന്നില്ല, 2 പാർട്ടുകൾ വന്നില്ല, ലേറ്റായി 2 മണി, ദെൻ സബ്ടൈറ്റിൽ വരില്ല, അങ്ങനത്തെ പിന്നെ ഞാൻ ആദ്യം ബുക്ക് ചെയ്തത് തമിഴായിരുന്നു. തമിഴ് ക്യാൻസലായി, അതിന് റീഫണ്ട് വന്നു. അങ്ങനെ ഫുൾ ഒരുപാട് പ്രശ്നങ്ങൾ. അവസാനം ഹിന്ദി തന്നെ കണ്ടു. സബ്ടൈറ്റിൽ വരുമെന്ന് സംശയമായിരുന്നു. പക്ഷേ പടം തുടങ്ങിയതും സബ്ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ വലിയ സമാധാനം. തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ക്ലാപ്സ് വന്നത് സബ്ടൈറ്റിൽ വന്നപ്പോഴാണ് ആക്ച്വലി. ആൻഡ് പടം കിടിലൻ. കിടിലെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ സ്പൈ ആക്ഷൻ ത്രില്ലർ ഫ്രം ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു പ്രോപ്പർ കൺക്ലൂഷൻ മര്യാദയ്ക്ക് അവർക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെറുതെ വലിച്ചു കിട്ടി അടുത്ത പാട്ടെന്നൊക്കെ പറയാതെ ഇതിലൊരു പ്രോപ്പർ ഒരു എപ്പിക് കൺക്ലൂഷനാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ടൈറ്റിൽ ഡിഫൈനിങ് പറഞ്ഞ പോലെ തന്നെ റിവഞ്ചാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രോപ്പർ റിവഞ്ച്. അതെങ്ങനെ ഈ ഒരു ക്യാരക്ടർ ഫുൾഫിൽ ചെയ്യുന്നു, അവസാനം തിരിച്ച് നാട്ടിലേക്ക് എത്താൻ പറ്റുമോ, അത് അവിടെ തന്നെ ഈ ചങ്ങായി തീരുമോ എന്നുള്ളതാണ് നമ്മൾ ഈ പടത്തിലായിട്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച് കാണാം. ആൻഡ് അത് ഈ പടത്തിൽ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രൊപ്പഗാൻഡ ഉണ്ട് കമ്പയർഡ് ടു ഫസ്റ്റ് പാർട്ട്. ഇതിലിങ്ങനെ ഇൻജെക്ട് ചെയ്ത് പാക്ഡ് ആയിട്ട് വെച്ചിട്ടുള്ള കുറേ പ്രൊപ്പഗാൻഡ സാധനങ്ങളുണ്ട്. അതല്ല എവിഡൻ്റ് ആയിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ അത് ഇൻജെക്റ്റ് ആവാനും പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. എൻ്റെ തൊട്ടടുത്തിരുന്ന ആൾ വെള്ളമടിച്ച് കിണ്ടായിട്ടിരിക്കുകയായിരുന്നു. ഇയാളിങ്ങനെ എന്തൊക്കെയോ വിളിച്ച് തിയേറ്ററിൽ വിളിച്ച് പറയണ്ടായിരുന്നു. അതൊക്കെ ചിരിച്ച് വിട്ട്. പക്ഷെ ഒരു പോയിന്റിൽ ഈ ഡിമോണിറ്റൈസേഷൻ നമുക്കറിയാലോ, ഇതിൽ കട്ട്സ് വന്നപ്പോൾ തന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അതുമായിട്ട് ഈ സിനിമ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. ആ പോയിന്റിൽ തന്നെ ഇയാൾ അറിയാതെ തന്നെ ആ സീൻ കണ്ടിട്ട് ഇത് മോദി ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങേരുടെ തലയിൽ അങ്ങനെയാണ് കയറിയത്. മീൻസ് അങ്ങനെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ല കിണ്ണം കാച്ച പ്രൊപ്പഗാൻഡൊക്കെ പടത്തിലുണ്ടെങ്കിലും ആസ് എ ഹോൾ പടം നല്ല കിടിലൻ എൻ്റർടൈനറാണ്. 21 കട്ടെന്തോ ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് CBFC ഇന്നലെയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പടത്തിന്. അതുണ്ടെങ്കിലും പടത്തിൽ അതൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം നല്ല ബ്രൂട്ടലായിട്ടുള്ള സീക്വൻസുകളുണ്ട്. ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ അട്ടർ ബ്രൂട്ടൽ. തൊട്ടിപ്പുറത്തിരുന്ന ആൾ ചെറിയ കുട്ടീനെ കൊണ്ടൊക്കെ വന്നിട്ടുള്ളത്. അവർ ഫസ്റ്റ് സീൻ മുതലേ അങ്ങനെ തന്നെ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കുറേ സാധനങ്ങൾ സിനിമയിലുണ്ട്. സോ ചെറിയ കുട്ടികളായിട്ടൊന്നും ഈ ഒരു പടത്തിന് കയറരുത്. കുറച്ച് മനക്കൊട്ടയുള്ള കുറേ സാധനങ്ങൾ സിനിമയിൽ ഒരു A സർട്ടിഫൈഡ് മൂവി ആണെങ്കിൽ കൂടി അത്രയും ബ്രൂട്ടലായിട്ടുള്ള സാധനങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് വെറുതെ അത് വലിച്ചു വരി കുത്തിക്കയറ്റി കാണിക്കുന്നതല്ല. ഈ സ്ട്രെച്ച് ഓഫ് ദി മൂവിയിൽ ഈ ഒരു 4 മണിക്കൂറിൽ അത് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് ആവശ്യമുള്ള സമയത്ത് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. ആൻഡ് കമ്പയർഡ് ടു ഫസ്റ്റ് മൂവി ഇത് കുറച്ചും കൂടി ഒരു പൊളിറ്റിക്കൽ മൂവിയാണെന്നും കൂടി വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ആക്ഷൻ സീക്വൻസുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതിൽ കഥയ്ക്കാണ് അല്ലെങ്കിൽ നടന്ന ഇൻസിഡൻസിനും അതിനെങ്ങനെ ഈ ഒരു പൊളിറ്റിക്കൽ ടാക്ലിങ്ങിലൊക്കെ എങ്ങനെ ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഒരു ക്യാരക്ടർ റൈസ് ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തിയിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിയപ്പോൾ. സോ അവിടെ നിന്നുകൊണ്ട് ഈ ഒരു ക്യാരക്ടർ എങ്ങനെ ആ ഒരു ഹയർ പൊസിഷനിൽ നിന്നുകൊണ്ട് കളികൾ കളിക്കുന്നു, നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്കിതിൽ കാണാൻ പറ്റും. സോ ഡയറക്റ്റായിട്ട് മൂപ്പറൊക്കെ ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ പടത്തിൽ നമുക്ക് കാണാം എങ്ങനെയാണ് എവിഡൻ്റ് ആയിട്ട് നടക്കണം എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ക്യാരക്ടർ ആർക്ക് ഈ പടത്തിൽ കൊടുക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സിനിമ തുടങ്ങി അവസാനിക്കുന്ന ഒരു എൻഡ് നോട്ട് പൊളിയാണ്. അടിപൊളിയായിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഒരു എൻഡ് ക്രെഡിറ്റ് സിനിമയിൽ പറയുന്നുണ്ട്. അത് അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം സിനിമയുടെ കഥയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ആ ഒരു ട്രെയിലറിലൊക്കെ കണ്ട പോർഷൻസ് തന്നെയാണ് ഒരു മിഡ് ക്രെഡിറ്റ് പോലെ കൊണ്ട് വെച്ചിട്ടുള്ളത്. എൻഡ് ക്രെഡിറ്റ് അല്ല, അങ്ങനെ കൊണ്ട് വെച്ചിട്ടുള്ള സാധനം. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഒരു ആക്ഷൻ ബ്ലോക്ക് ഉണ്ട്, പൊളി. ഈ സിനിമയിൽ എൻറ്റയർലി ബാക്കി എല്ലാത്തിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഫസ്റ്റ് ഇനീഷ്യലുള്ള ഒരു ആക്ഷൻ ബ്ലോക്കാണ്. ആ യാർ ഈ പാട്ട് വെച്ചിട്ടുള്ളൊരു സാധനം പൊളി. ടില്ലൻ ആക്ഷൻ കൊറിയോഗ്രഫി, നല്ല മേക്കിംഗ്, നല്ല ഒരു ഫ്ലോ ഉള്ളൊരു സാധനം. ജസ്റ്റ് ഒരു AK-47 ഒരു പിസ്റ്റളും വെച്ചിട്ട് ഒരു ചങ്ങായി ഒരു പോക്കുണ്ട്, പൊളി സാധനം. നമുക്ക് ഇങ്ങനെ രോമാഞ്ചം വരുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ ആ ഒരു ഇനീഷ്യൽ പോർഷൻസിൽ ഉണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് പടം ആക്ഷൻ ബ്ലോക്കുകളിൽ ട്രൈ ആണ്. ടുവേർഡ് ക്ലൈമാക്സ് ഒക്കെ മാത്രം. ക്ലൈമാക്സ് ഒന്നും വലിയ ഗുമ്മുള്ളൊരു സാധനം ഒന്നുമല്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലേക്ക് തന്നെയാണ് സിനിമ പോകുന്നതായതുകൊണ്ട് ഒരു വേറെ ലെവൽ സംഭവമായിട്ട് നിന്നതിൻ്റെ ക്ലൈമാക്സ് തോന്നിയില്ലെങ്കിലും പടം കൊണ്ട് നിർത്തുന്നതും എൻ്റെ നോട്ടിൽ ഇപ്പോൾ ക്ലൈമാക്സിൽ ഒരു വലിയ പൊട്ടിത്തെറിക്ക് ശേഷം വെറുതെ പടത്തിൻ്റെ പേര് എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പടം ഒരു സാധാരണ വെറും നോർമൽ ക്ലീഷേ പടമായിട്ടുണ്ടാവും. പക്ഷെ അങ്ങനല്ലാതെ ഫസ്റ്റ് പാർട്ടിൽ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അത് പ്രോപ്പറായിട്ട് നിർത്തണം എന്നുള്ളൊരു പ്രോപ്പർ ചാനലിൽ കൂടെ കൊണ്ടുപോയി പടം നിർത്തുന്നതുകൊണ്ട് എനിക്ക് ഈ സിനിമയുടെ ആ ഒരു എൻ്റെ നോട്ട് അടക്കം നല്ല ഫുൾഫില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഇടയിൽ ലാഗുണ്ട്, ഇല്ല പറയാതെ പറ്റില്ല. കാരണം 4 മണിക്കൂർ പടമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു മിഡ് പോർഷനൊക്കെ എത്തുമ്പോഴേക്ക് സിനിമ കുറച്ചൊന്ന് ഡ്രാഗ് ആവുന്നുണ്ട്. ചില സമയത്ത് വേണമെങ്കിൽ ഒരു ടോട്ടൽ ഒരു അരമണിക്കൂറൊക്കെ വേണമെങ്കിൽ അതിൽ കട്ട് ചെയ്ത് കളയാവുന്ന പോർഷൻസേ ഉള്ളൂ. കാരണം കുറേ സാധനങ്ങൾ കുറേ സമയം എടുത്തിട്ട് ഇങ്ങനെ ഇലാബറേറ്റ് ഇത് പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് മാത്രമാണ് ഈ സിനിമയുടെ ഒരു പോരായ്മ എന്ന് പറയുകയാണെങ്കിൽ ഈ സെക്കൻഡ് ഹാഫിലുള്ള കുറച്ചൊരു ട്രാക്ക് പോർഷനാണ്. പക്ഷേ അത് വെച്ചിട്ട് ഈ സിനിമ കാണാതിരിക്കരുത്. ഈ നമ്മൾ ഫസ്റ്റ് പാർട്ടിലൊക്കെ കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിൻ്റെ വേറെ തരത്തിലുള്ള റിവീലിംഗ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. അതായത് കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സർപ്രൈസിങ് ആയിരുന്നു. നല്ല കിഡിലിനായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഒരു ക്യാരക്ടറിന് വലിച്ചു കയറി വെക്കാതെ ഒരു പ്രോപ്പർ റോള് കൊടുത്ത് നമുക്കിങ്ങനെ
ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോയി നല്ല വെൽ റിട്ടൺ ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് നമ്മളിങ്ങനെ സ്കാറ്റർ ചെയ്ത് കുറേ ക്യാരക്ടേഴ്സ് മുതൽ കാണും. പക്ഷെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള വിട്ടുപോയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ പ്രോപ്പർ ബാക്ക് സ്റ്റോറീസും പ്രോപ്പർ ഒരു യൂണീക്നെസ് എല്ലാ ക്യാരക്ടറിനും കൊടുത്തിട്ടാണ് ഇതുകൊണ്ട് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വെറുതെ ആരും ഇങ്ങനെ വലിച്ചു കയറി വന്നതായിട്ട് തോന്നുന്നില്ല. നമുക്കെല്ലാം വെൽ പ്ലേസ്ഡ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പടത്തിൽ മുഴുവനായിട്ട്. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടൊരു കാര്യങ്ങളിലൊന്ന്, ദിസ് ഫീൽസ് ലൈക്ക് എ ഡയറക്റ്റ് കണ്ടിന്യൂവേഷൻ. നല്ല അറിയാലോ, ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് ഈ പടം എടുത്തിട്ടുള്ളത്. ഇനി മുതൽ ആരെങ്കിലും ഇതുപോലെ സീക്വലുകൾ 2 പാർട്ട് മൂവീസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കഥ ഡിമാൻഡ് ചെയ്യണം. അത്ര ഉണ്ടെങ്കിൽ മാത്രം അത് എടുക്കാൻ പാടും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പൈസ ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം തന്നെ രണ്ടും എടുത്ത് വയ്ക്കുക. ഇത് ചില സിനിമകളൊക്കെ നമ്മൾ ഒരു വലിയ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഈ അതിൻ്റെ മേക്കിങ്ങിലായിക്കോട്ടെ, സിനിമാറ്റോഗ്രഫിയിലും ക്യാരക്ടേഴ്സിലും ഒക്കെ തന്നെ ഒരു വലിയ അന്തരം ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഒരു പ്രോപ്പർ 2 പാക്ക് അല്ലെങ്കിൽ ഒരു 2 പാർട്ട് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പടം. പണ്ട് മറ്റേ ഇതുപോലെ നമ്മുടെ ഗാങ്സ് ഓഫ് വസീപൂറൊക്കെ ഉണ്ടായിരുന്നു, ഒരു 2 പാർട്ടായിരുന്നു. ഇതുപോലെ റീസെൻ്റ്ലി നമ്മുടെ പൊന്നിയിൻ സെൽവൻ, അതൊക്കെ തന്നെ ഐ തിങ്ക് 2 പാർട്ടായിട്ട് ഇതുപോലെ ഒരുമിച്ച് എടുത്തത് കൊണ്ട് നമുക്ക് ആ ഒരു വിടവ് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇത് അതേപോലെ തന്നെ ഒരു 2 പാർട്ടായിട്ട് പ്രോപ്പറായിട്ട് എടുത്തിട്ടുള്ളൊരു പടം. ആൻഡ് 4 മണിക്കൂർ ഈ പറഞ്ഞ പോലെ ഈ പടത്തിലുണ്ട്. നമ്മളെല്ലാവരുടെ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ 4 മണിക്കൂർ എന്നുള്ളത്. 4 മണിക്കൂറിനുള്ളതുണ്ട്. അത്രയും വലിയൊരു കഥയാണ്, അത്രയും വലിയൊരു സ്റ്റോറി ലൈനാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു ലാഗ് ഉണ്ട്. അത് വലിയ കാര്യമാക്കി എടുക്കേണ്ട. പക്ഷേ അതിൽ കവർ ചെയ്യുന്ന രീതിയിൽ അതിന് മുമ്പും ശേഷമൊക്കെ കുറേ നല്ല സീക്വൻസുകളും നല്ല ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല റിവീലിംഗ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമാണ്. അപ്പോൾ മൊത്തത്തിൽ ദുരന്തർ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 4 മണിക്കൂർ നമുക്ക് പോകുന്നത് അറിയില്ല. ആൻഡ് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു, നല്ലൊരു കാര്യമായിട്ട് ഫീൽ ചെയ്തു. അതില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയേനെ. കാരണം ഇത്രയും റണ്ണിൽ ഇത് ചില കാര്യങ്ങളൊന്നും നമുക്ക് മറ്റേ വേറെ രീതിയിലൊക്കെ പറയില്ല. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ മലയാളത്തിൽ എടുത്ത് പറയുന്ന പോലെ ഇവർ ഹിന്ദിയിലായിട്ട് ടോൺ മാറ്റി ഈ വേറെ അർത്ഥം വെച്ചിട്ട് കുറേ സാധനങ്ങൾ പറയുന്നത് സബ് ടൈറ്റിലില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിടിയിട്ടില്ല. പക്ഷേ ഞാൻ കണ്ട സ്ക്രീനിൽ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ സബ് ടൈറ്റിൽ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അറ്റ് എ ടൈം എനിക്ക് 5 മണിക്ക് തന്നെ പടം കിട്ടു. അതുപോലെ തന്നെ എല്ലാവർക്കും 5 മണിക്ക് പടം കിട്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. ഞാൻ വേറൊരു കാര്യം, ഈ എൽ ഫിലിം എന്ന് പറഞ്ഞൊരു പേജ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതൊരു വെബ്സൈറ്റ് പ്ലസ് ഒരു ആപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ട പടങ്ങളിലൊക്കെ തന്നെ റിവ്യൂസും അതിനെ പറ്റിയുള്ള ത്രെഡ്സും മറ്റേ നൂലുതൂക്കം അതിനെ പറ്റിയുള്ള ഡിസ്കഷൻസും നമുക്ക് ചാറ്റ്സും എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ജസ്റ്റ് ഒരു റിവ്യൂ ആപ്പ് എന്നുള്ള രീതിയിലല്ല, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ വേണം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് എൽ ഫിലിമിങ്ങിൻ്റെ. ഇത് നമ്മുടെ മലയാളികളെ കുറച്ച് പയ്യന്മാർ ഉണ്ടാക്കിയതാണ്. നമ്മുടെ സ്വന്തം ലെറ്റർ ബോക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രമല്ല, റിവ്യൂ മാത്രമല്ല, ഇതുപോലെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. ആൻഡ് ഇതൊന്നും കൂടാതെ ഇതിനകത്തൊരു ക്യാരക്ടർ നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഓൺ ഐഡൻറ്റിറ്റി കൂടാണ്ട് നമുക്ക് പുറത്തൊരു ക്യാരക്ടർ ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു ഹൈസൻബർഗ് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ജോൺ വിക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കാം. ആ ക്യാരക്ടറിൻ്റെ പേരിലായിരിക്കും ഞാനിതിൽ റിവ്യൂസ് പോസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ അനോണിമസ് ആയിട്ടായിരിക്കും ഞാൻ നിൽക്കുക. എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളിടുന്ന കണ്ടന്റിൻ്റെ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതേ റിവ്യൂസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഉള്ള ആൾക്കാർ തൊട്ടപ്പുറത്ത് ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്കൊരു 50% കണക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവരായിട്ട് ചാറ്റ് ചെയ്യാം. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കയറി നോക്കുക. ഇതിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് ആപ്പും ഉണ്ട്, ഇതുപോലെ വെബ്സൈറ്റും ഉണ്ട്, എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കയറി നോക്കുക, എൽ ഫിലിമിങ്. സോ ദുരന്തർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് അതിലും പോസ്റ്റ് ഇടാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് റിവ്യൂ ഇട്ടിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലടക്കം ഈ സാധനം ഇങ്ങനെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ട പരിപാടിയൊന്നുമില്ല. നമുക്ക് എത്രയാണ് സ്റ്റാർ റേറ്റ് നമുക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ നല്ലൊരു ഉപകാരമുള്ള ഒരു ആപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എൽ ഫിലിമിങ്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉൾപ്പെടുത്താം. സോ ദുരന്തർ കണ്ടവരാണെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എനിക്ക് നല്ല ഒരു ടോട്ടൽ വെർത്ത് വാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. ത്രൂ ഔട്ട് 4 മണിക്കൂർ നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്ന നല്ലൊരു പടം, നല്ലൊരു പ്രോപ്പർ സ്പൈ ആക്ഷൻ, നല്ലൊരു പ്രോപ്പർ ക്യാരക്ടർ ആർക്ക് വെച്ച് കംപ്ലീറ്റ് ചെയ്ത നല്ലൊരു സ്പൈ ആക്ഷൻ മൂവി. ഈ സഞ്ജയ് ദത്തിൻ്റെ കാര്യം മാത്രം പറയാൻ പറ്റൂ. ആ ചങ്ങായി കുറേ അങ്ങനത്തെ പറയാനുണ്ടെങ്കിൽ ഈ സിനിമയിൽ കുറേ ഉണ്ട് എനിക്ക്. കാരണം ഇത് വലിയൊരു പടമാണ്. ഈ ഓരോ ക്യാരക്ടേഴ്സിനെ വെച്ചും അവരുടെ ആ ഒരു മാധവൻ്റെ ക്യാരക്ടർ, സഞ്ജയ് ദത്തിൻ്റെ ക്യാരക്ടർ, ഇങ്ങനെ എടുത്തു പറയാൻ വേണ്ടി കുറേ ഉണ്ട്. സോ അത് ഞാൻ വലിച്ചു കിട്ടുന്നില്ല. എനിക്ക് ഒരു പ്രോപ്പർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.